we'll see the pandas. Pandas എന്ന് പറയുന്ന ഒരു പൈത്തണിലെ തേർഡ് പാർട്ടി ലൈബ്രറിയാണ്. ഇറ്റ് ഈസ് ഫോർ വർക്കിംഗ് വിത്ത് സ്ട്രക്ചേർഡ് ഓർ ടാബുലർ ഡേറ്റ ഇൻ എ ഫാസ്റ്റ് ആൻഡ് ഈസി വേ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല ടൈപ്പ് ഓഫ് ഡേറ്റ, പല ടൈപ്പ് ഓഫ് ഫയൽ ടൈപ്സിനെ കുറിച്ച് കണ്ടതാണ്. സിമ്പിൾ ടെക്സ്റ്റ് ഫയൽ ഉണ്ടാവും, കോമ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാല്യൂ CSV ഫയൽസ് ഉണ്ടാവും, സ്പ്രെഡ്ഷീറ്റ്സ് ഉണ്ടാവും, ഡേറ്റാബേസ് ആണെങ്കിൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL, പിന്നെ HDFS പോലെ ഹൈ ഡയമെൻഷണൽ ഫയൽ സിസ്റ്റംസ് ബിഗ് ഡേറ്റയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഓരോ ഫയൽ ടൈപ്പിനും അനുസരിച്ച് ഓരോ ഫയൽ ടൈപ്പും ഓരോ രീതിയിലാണ്, ഡിഫറെൻറ്റ് വേയിലാണ് അത് റീഡ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് യു നീഡ് സം ഫങ്ഷൻ. അപ്പം പാണ്ടാസ് പോലെയുള്ള ലൈബ്രറിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാണ്ടാസ് ക്യാൻ റീഡ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ്. അപ്പോൾ അതിനെ ദെൻ ഇറ്റ് ക്യാൻ പ്രോസസ് ദാറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ഫങ്ഷനാലിറ്റി ടു പ്ലോട്ട് ദാറ്റ് ഡേറ്റ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ഫങ്ഷനാലിറ്റി ഫീച്ചറിൻ്റെ എക്സാമ്പിളാണ് കാണുന്നത്. സോ if you have pandas installed in your system, pandas ഒരു തേർഡ് പാർട്ടി ലൈബ്രറിയാണ്. അപ്പം പാണ്ടാസ് ഇൻസ്റ്റാൾ ചെയ്യണം. ബൈ ഡിഫോൾട്ട് പൈത്തൻ്റെ കൂടെ പാണ്ടാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പാണ്ടാസ് പിപ്പ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിപ്പ് എന്ന് പറയുന്നത് ഒരു പാക്കേജ് മാനേജറാണ്. അപ്പം പിപ്പ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടെർമിനലിൽ യു ക്യാൻ ടൈപ്പ് pip3 സ്പേസ് ഇൻസ്റ്റാൾ പാണ്ടാസ്. അങ്ങനെ ചെയ്യുമ്പോൾ പാണ്ടാസ് ഇൻസ്റ്റാൾ ആവും. ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പാണ്ടാസ് യൂസ് ചെയ്യണമെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ടൈപ്പ് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. അപ്പം ഈ ലൈൻ്റെ മീനിങ് എന്ന് പറയുന്നത് യു ആർ ഇമ്പോർട്ടിങ് ദ ലൈബ്രറി പാണ്ടാസ് ആൻഡ് യു വിൽ ബി കോളിംഗ് ബൈ ദ നെയിം PD. അപ്പോൾ പാണ്ടാസ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ വിളിക്കുന്ന പേരാണ് PD. ഈ PD എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് മെഷീൻ ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ പൈത്തൺ കമ്മ്യൂണിറ്റിയിൽ പാണ്ടാസിന്റെ ഷോർട്ട് ഫോം ആണ് PD. ശരിക്കും നമ്മളൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിമാണ് കൊടുക്കാൻ പറ്റുന്നത്. യു ക്യാൻ റൈറ്റ് ഇമ്പോർട്ട് പാണ്ടാസ് as P അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിനുള്ള പേരാണ്. ചില ലൈബ്രറികളുടെ പേര് വലുതായതുകൊണ്ട് അത് നമ്മുടെ എളുപ്പത്തിന് വിൽ ബി കോളിംഗ് ഇറ്റ് ബൈ സം ഷോർട്ട് നെയിംസ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പാണ്ടാസ് ദ വൈഡ്ലി അക്സെപ്റ്റഡ് ഷോർട്ട് നെയിം ഈസ് PD. അതായത് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ട്യൂട്ടോറിയൽസ് എടുക്കുകയാണെങ്കിൽ you can see that they have imported the module as PD. So here you can import the module by typing import pandas as PD. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാണ്ടാസിലെ ഡേറ്റ സ്ട്രക്ചറിൽ നിന്നാണ്. പൈത്തണിലെ ബേസിക് ഡേറ്റ സ്ട്രക്ചർ ഉള്ളതുപോലെ പാണ്ടാസ് രണ്ട് ബേസിക് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറാണുള്ളത്. വൺ ഈസ് സീരീസ് ആൻഡ് അതർ വൺ ഈസ് ഡേറ്റ ഫ്രെയിം. ഡേറ്റ ഫ്രെയിമും ഉണ്ട്, സീരീസും ഉണ്ട്. സീരീസ് എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ ഡേറ്റ സ്ട്രക്ചറാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് പോലെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡേറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ടൈപ്പ് PD എന്ന് പറയുന്നത് നമ്മുടെ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറിയാണ്. PD.series. അപ്പം PD എന്ന് പാണ്ടാസിലെ ഒരു മെത്തേഡാണ് സീരീസ്. സീരീസിൽ ഐ വിൽ ബി ഗിവിങ് ദ ഇൻപുട്ട് ഹിയർ ആസ് എ ലിസ്റ്റ്. 4 എലമെന്റ്സ് ഞാനൊരു ലിസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 1 ഡയമെൻഷനലാണ്. ഒരു ഡയമെൻഷനേ ഉള്ളൂ. ഒരു 4 എലമെന്റിന്റെ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള 4 എലമെന്റ്സ് ആണ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഇഫ് യു റൺ ദിസ് ആൻഡ് ഇഫ് യു എക്സിക്യൂട്ട് ദിസ്, അപ്പം ഞാൻ അതിനെ OBJ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. OBJ = PD.series. അതിൽ 4 എലമെന്റ്സ് ഉണ്ട്. അപ്പം ഞാനത് റൺ ചെയ്യുവാണെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് OBJ ഈസ് ദീസ് മച്ച് എലമെന്റ്സ് 41, 17, -5, 3. ഈ 4 എലമെന്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പം പാണ്ടാസ് സീരീസ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് ബൈ ഡിഫോൾട്ടായിട്ട് ഒരു ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യും. ആ ഇൻഡെക്സ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. Index starts from 0. That is 0 is 41, 1 is 70, 2 is -5 and 3 is 3.0. And pandas series automatically convert that data to floating point type. അപ്പം നമുക്ക് ഡേറ്റ ടൈപ്പ് തന്നിട്ടുണ്ട്. ഡേറ്റ ടൈപ്പ് ഈസ് float 64. അതാണ് OBJ എന്ന് പറയുന്ന ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അറിയണം. PD.series എന്ന് പറഞ്ഞ മെത്തേഡ് വഴിയാണ്.
ബൈ ഡിഫോൾട്ട് ഇൻഡെക്സ് ന്യൂമറിക്കൽ ഇൻഡെക്സ് ആണ് സ്റ്റാർട്ടിങ് വിത്ത് 0. അത് ഡിഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് മാനുവലി ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സീരീസ് എന്ന് പറയുന്ന മെത്തേഡിൽ ദർ ഈസ് ആൻ ആർഗ്യുമെന്റ് കോൾഡ് ഇൻഡെക്സ്. സോ സെയിം എലമെന്റ്സ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. 4 എലമെന്റ്സ് 41, 17, -5, 3. ഇൻസ്റ്റെഡ് ഓഫ് ഹിയർ ഐ ആം ഗീവിങ് ഇൻഡെക്സ് മാനുവലി. അപ്പം ഞാൻ ഇൻഡെക്സ് 0, 1, 2, 3ക്ക് പകരം ഞാൻ ഇൻഡെക്സ് മാനുവലി കൊടുക്കുവാണ്. മൈ ഇൻഡെക്സ് ഈസ് A, B, C and D 4 characters. അപ്പോൾ എ എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഐ ഹാവ് വാല്യൂ 41. ബി എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇഫ് ഐ റൺ ദിസ് ഐ ക്യാൻ സീ ദാറ്റ് എ ഈസ് 41, at index A is 41, index B is 17, index C is -5 and index D is 3. അപ്പോൾ എനിക്ക് ന്യൂമറിക്കൽ ഇൻഡെക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ മാനുവലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് വെച്ചിട്ടോ എനിക്ക് ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റും. ഹിയർ അവർ വേരിയബിൾ ഈസ് OBJ2. OBJ2ലോട്ടാണ് ഞാൻ അത് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ OBJ2 ഓഫ് എ എന്ന് പറയുവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് എ എന്ന് പറയുന്നത് 41 ആണ്. അപ്പോൾ അത് 41 പ്രിന്റ് ചെയ്യും. യു ക്യാൻ സീ ദാറ്റ് OBJ2 ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 ആണ്. OBJ2 ഓഫ് ബി, ഇൻഡെക്സ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആണ് നെക്സ്റ്റ് എലമെന്റ്. അപ്പം ഇത് ഇങ്ങനെ കൊടുക്കുന്നത് പോലെ തന്നെ ഐ ക്യാൻ ഓൾസോ ഗീവ് ന്യൂമറിക്കൽ ഇൻഡെക്സ്. അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് അതും ഉണ്ടാവും. സോ ഇഫ് ഐ റൺ ദിസ് OBJ2 ഓഫ് 0 എന്ന് പറഞ്ഞാൽ അഗൈൻ ഐ ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ ഈസ് 41. I can also give multiple indices like print OBJ2 of AB. എയും ബിയും കൂടെ ഒരുമിച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഓൾസോ ഗീവ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇൻഡെക്സ് ഞാൻ ലിസ്റ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സിൻസ് ഐ ഹാവ് മോർ ദാൻ 1 ഇൻഡെക്സ്. അപ്പോൾ എയിൽ 41, ബിയിൽ 17 ഇങ്ങനെയും പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഒരു സീരീസ് പൈത്തൺ ഡിക്ഷണറി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. We have already seen what a dictionary is. Dictionary is a Python data structure where you have key value pair. അപ്പോൾ പെയർ ആയിട്ടാണ് ഡേറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കീ വാല്യൂ പെയർ ആയിട്ട് കേരളത്തിലെ പല ഡിസ്ട്രിക്ട്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് AL ഫോർ ആലപ്പുഴ, ER ഫോർ എറണാകുളം, ID ഫോർ ഇടുക്കി, KN ഫോർ കണ്ണൂർ, KL ഫോർ കൊല്ലം. അപ്പോൾ ഇതൊരു ഡിക്ഷണറിയാണ്. If I want to convert this to a series type which the pandas understands, you can use the method series and you can get it by typing pd.series sdata. Sdata is the name of that dictionary. So if I run this, you can see that a series data structure is created with the index AL, ER, ID, KN, etc. When assigned to some variable and in that you can give the index ആലപ്പുഴ എന്ന് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് 0, 1, 2 എന്ന് പറഞ്ഞ ഇൻഡെക്സ് വെച്ചിട്ടും കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ദാറ്റ് ഈസ് അബൌട്ട് സീരീസ് ഡേറ്റ സ്ട്രക്ചർ. അത് 1 ഡയമെൻഷണൽ ആയിട്ട് ഉള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പാണ്ടാസ് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് സീരീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡേറ്റ സ്ട്രക്ചർ ഈസ് ഡേറ്റ ഫ്രെയിം ആണ്. ഡേറ്റ ഫ്രെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഫോർ എക്സാമ്പിൾ ആർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ആർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷൻ. And in that you have a data structure called data frame. Same concept ആണ് pandas യൂസ് ചെയ്യുന്നത്. In the case of pandas also you have a data structure called data frame. Data frame നിങ്ങൾക്ക് you can simply think of it like a table. Table വരുന്ന ഡേറ്റ, ടേബിൾ എന്ന് പറയുമ്പോൾ you have rows and columns. അങ്ങനെയുള്ള ഡേറ്റയാണ് ഡേറ്റ ഫ്രെയിം ആയിട്ട് വരുന്നത്. 1 ഡയമെൻഷണൽ, അതായത് ഒരൊറ്റ ലിസ്റ്റ് ആണ് ഉള്ളത്. അങ്ങനെയുള്ള കേസിൽ യു വിൽ ബി യൂസിങ് ദ ഡേറ്റ സ്ട്രക്ചർ സീരീസ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പം നമ്മളിനി കാണാൻ പോകുന്നത് ദ ഡേറ്റ സ്ട്രക്ചർ ഈസ് നോൺ എസ് ഡേറ്റ ഫ്രെയിം. അപ്പം ടേബിൾ പോലെയുള്ള ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രിയേറ്റിംഗ് എ ഡേറ്റ ഫ്രെയിം ഫ്രം എ ഡിക്ഷണറി. പൈത്തൺ ഡിക്ഷണറിയിൽ നിന്ന് ഒരു ഡേറ്റ ഫ്രെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണമെങ്കിൽ സാധാരണ ചോദിക്കാറുള്ളതാണ്, ദേ വിൽ ബി ഗീവിങ് എ ടേബിൾ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ടേബിൾ സ്ട്രക്ചർ തരും.
സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോളം വേണം, ഇയർ, ആക്സിഡൻസ്, നമ്പർ ഓഫ് ആക്സിഡൻസ്, ഇയർ, അങ്ങനെ ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറയും. സോ വാട്ട് യു നീഡ് ടു ഡു ഈസ് യു നീഡ് ടു ഫസ്റ്റ് ഡിഫൈൻ എ ഡിക്ഷണറി വിത്ത് ദ കണ്ടന്റ് സ്റ്റേറ്റ്. ഇപ്പം 2015 to 2017, 2015, 16, 17 ഈ 3 ഇയറിലെ 2 സ്റ്റേറ്റ്സ്, കേരള ആൻഡ് ആസാം, നമ്പർ ഓഫ് ആക്സിഡന്റ് ഒക്കെയുടെ അങ്ങനെയുള്ള ഡേറ്റയാണ് ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ ഐ ഹാവ് ക്രിയേറ്റഡ് എ ഡിക്ഷണറി വിത്ത് കീ സ്റ്റേറ്റ് വാല്യൂ. കേരളം 3 ടൈംസ് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് I will be having the number of accidents for the year 2015, 16 and 17. And again 2015, 16 and 17, this correspond to the state Assam. അതിൻ്റെ നമ്പർ ഓഫ് ആക്സിഡൻസ് ആണ് ഞാനൊരു ടേബിൾ രീതിയിൽ ഒരു ഡേറ്റ ഡിക്ഷണറിയിലോട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഐ ഹാവ് അസൈൻഡ് ഇറ്റ് ടു ദ വേരിയബിൾ ഡേറ്റ. Then like a series, if I want to convert this to a data frame, I can type pd.data frame. സീരീസിന്റെ കേസിൽ വാട്ട് ഐ വാസ് ഡൂയിങ് ഈസ് ഐ വാസ് ടൈപ്പിംഗ് pd.series. ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഐ ഹാവ് ടു ടൈപ്പ് pd.data frame ഓഫ് ദ ഡേറ്റ. സോ ഇഫ് ഐ റൺ ദിസ് ഐ വിൽ ബി ഗെറ്റിംഗ് എ നീറ്റ് ടേബിൾ ലൈക്ക് ദിസ്. അതാണ് നമുക്ക് പാണ്ടാസ് യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ്. പാണ്ടാസ് അതിനൊരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ഈ ഡേറ്റ നോക്കുവാണെങ്കിൽ 2015 കേരളത്തിൽ there are 1240 ആക്സിഡൻറ്റ്സ്. ആ ഡേറ്റയാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. 2016 1178 ആക്സിഡൻറ്റ്സ് ആൻഡ് 2017 I have 1213 ആക്സിഡൻറ്റ്. Likewise, accidents are there for the state Assam for the year 2015, 16 and 17. So this is about the two important data structures Pandas uses. One is data frame and another one is series.